ഹേ ഗായ്സ്, അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ ഫാമിലി എല്ലാവരും വീണ്ടും ട്രിപ്പ് പോവാണ്. ആ പോണിന്റെ പോലും കമ്പ്യൂട്ടർ മൊത്തം പ്രത്യേകം കാണാൻ പറ്റും. എന്തായാലും നമ്മൾ വന്ന എല്ലാവരും എല്ലാം വണ്ടി പെറുക്കിയിട്ട് യാത്ര തുടങ്ങി. പിന്നെ പ്രാവശ്യം നമ്മൾ പോകുന്നത് നെല്ലിയാമ്പതിന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എത്തി, അഥവാ പോത്തുണ്ടി ഡാം ഗാർഡൻ. നമ്മൾ പോണ വഴിക്കുള്ള ഡാമായിട്ട് നമ്മൾ ആദ്യം തന്നെ അവിടെ കയറി. ഇവിടെ കയറാൻ ടിക്കറ്റ് നിർബന്ധമാണ്. വലിയൊരു 20 കുട്ടികൾക്ക് പത്തുള്ളൂ. എന്തായാലും നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് നല്ല ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഉള്ളിൽ കയറി നമ്മളാണെങ്കിൽ നല്ല നടത്തം കണ്ടിരുന്നു, കാരണം നടന്ന് ഒരുപാട് കാണാണ്ട്. പിന്നെ ഡാമാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാണ്ടാവടി മൊത്തം കയറാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, അവിടെ കയറാൻ തീരുമാനിച്ചു. കയറി നമ്മുടെ കൊയങ്ങും ചെയ്തു പറയാനുള്ള പടിയില്ല, എന്നാൽ അവിടെ കൊയങ്ങും ചെയ്തു. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. മേലക്കരി എന്നുള്ള വലിയ ശ്വാസം മുതൽ കണ്ടപ്പോൾ മനസ്സിലായി നമുക്ക് മാത്രമല്ല ഏറെക്കുറെ എല്ലാവർക്കും തന്നെ അവസ്ഥ എന്നുള്ളത്. അച്ഛനൊക്കെ പിന്നെ ക്ഷീണിച്ചാകുമ്പോൾ ഇടങ്ങേറായി കുത്തിരിക്കണം. പിന്നെ ഇവിടെ മേലെ വന്നിട്ട് കാണാൻ വ്യൂ അത്ര അടിപൊളിയൊന്നുമില്ല, ഒരു ആവറേജ് അത്രേ ഉള്ളൂ. മേലുള്ള ഡാമിനേക്കാൾ താഴത്തുള്ള പാർക്കിലാണ് നല്ല രസമുള്ള കാഴ്ചകളിൽ. അതുകൊണ്ട് നമ്മൾ വേഗം താഴത്തേക്ക് ഇറങ്ങി. മേലെ നിന്ന് താഴത്തേക്ക് നമ്മളൊന്ന് റിലാക്സ് ആയപ്പോഴാണ് നമ്മളേക്ക് ആദ്യമേ ഐസ്ക്രീമിന് ഓടി. പിന്നെ മെല്ലെ അവിടുത്തെ കാര്യങ്ങൾ ഓനെ ഏൽപ്പിച്ച് നമ്മൾ മെല്ലെ പാർക്ക് കണ്ട് നീങ്ങി. നമ്മൾ പാർക്ക് എത്തിയപ്പോൾ നമ്മൾ തന്നെ ഓനെ എത്തിയിട്ടുണ്ട്. പിള്ളേർക്ക് കൊടുത്ത കൈകൾ മുതലാക്കാൻ തുടങ്ങി. ഇവിടെ നമ്മളമാരി വേറെ ആരോ വന്നിട്ട് മുതലാക്കി പോയതാണ് ഈ കാണുന്നത്. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് മാത്രമേ കളിക്കാൻ പാടുള്ളൂ എന്നുള്ള പ്രത്യേക എഴുതി വെച്ചു. എന്നിട്ടും ചില പോത്തുകൾ ഇവിടെ ഒന്ന് കളിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് നമ്മുടെ സെക്യൂരിറ്റി വെറുതിരിക്കുന്നില്ല, മച്ചാ സ്പോട്ടിൽ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ മച്ചാൻ ഡീൽ ചെയ്തോളൂ. നമ്മളവിടെ നിന്ന് മെല്ലെ നീങ്ങിയപ്പോൾ നമ്മളെ ചെക്കണ്ട് ഇവിടെ കാര്യമായി എന്തോ വരച്ചോണ്ടിരിക്കും. ഈ മുന്നിലുള്ള പൂവാണ് നമ്മളേക്കും കാര്യമായി വരച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തായാലും നമ്മുടെ പേരിൽ കുറേ കഴിവരികളെ കലാകാരന്മാരുണ്ട് നമുക്ക് ബോധ്യമായി. എന്താവും എൻ്റെ വര അമേസിങ്. എന്തായാലും വരച്ച് വളരട്ടെ. പിന്നെ നോക്കിയപ്പോൾ എൻ്റെ ചെക്കനൊക്കെ വരക്കാനുള്ള സബ്ജക്റ്റ് തന്നെ അല്ലി തിരിഞ്ഞ് നടക്കുകയാണ്. ഒരു കലാകാരൻ്റെ രോദനമാണ് നമ്മളെ കാണുന്നത്. പിന്നെ വല്ലാണ്ടായി കാണാൻ നിൽക്കാതെ നമ്മൾ വെല്ലെ അവിടെ നിന്ന് സ്കൂട്ടായി. നമുക്ക് അടുത്ത ലൊക്കേഷൻ പോകണല്ലോ. അപ്പോൾ ഓക്കെ.